നെക്സ്റ്റ് പോപ്പുലർ ഫിക്ഷനകത്തുള്ള നമ്മുടെ മൊഡ്യൂൾ 1 യൂണിറ്റ് 2 ആണ് നോക്കുന്നത്. അർഷാദ് അഹമ്മദ് എഴുതിയിട്ടുള്ള പോപ്പുലർ ഫിക്ഷൻ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആർട്ടിക്കിളാണ് നമുക്ക് പഠിക്കാനുള്ളതിനകത്ത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ അർഷാദ് അഹമ്മദ് ആരാണെന്ന് നമുക്ക് നോക്കാം. അയാളൊരു ഡിസ്റ്റിങ്ക്വിഷ്ഡ് അക്കാഡമീഷ്യനാണ്. ലിറ്ററേച്ചറിലും പിന്നെന്താ പറയുക കൾച്ചറൽ സ്റ്റഡീസിലും ഒക്കെ ഉള്ള ഒരു ഭയങ്കര എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണ്, ഒരു റൈറ്ററാണ്. ഓക്കെ, അപ്പോൾ പോപ്പുലർ ഫിക്ഷനും ലിറ്റററി ഫിക്ഷനും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ എന്താണെന്നും അതിനെക്കുറിച്ചൊക്കെ എക്സ്റ്റെൻസീവായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിറ്ററേച്ചറിലുള്ള ട്രെൻഡുകൾ, പുതിയ രീതിയിലുള്ള ട്രെൻഡുകൾ എന്താണ്, ആൻഡ് അതുപോലെ തന്നെ ഈ എവല്യൂഷൻ ഓഫ് ഫിക്ഷൻ, സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ട്രഡീഷൻസ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എക്സ്പേർട്ട് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പെർട്ടീസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പോപ്പുലർ ഫിക്ഷനെ കുറിച്ചാണ്. പോപ്പുലർ ഫിക്ഷനെ കുറിച്ചുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് പോപ്പുലർ ഫിക്ഷൻ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് മറ്റുള്ള ഫിക്ഷനിൽ നിന്നുള്ള വ്യത്യാസം എന്താണ്. അപ്പോൾ പോപ്പുലർ ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഒരു ലിറ്റററി ജേണറാണ്. അതിനകത്ത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ വായിക്കുന്ന നോവൽസ് ആണെങ്കിലും ഷോർട്ട് സ്റ്റോറി ആണെങ്കിലും അതിനെയാണ് നമ്മൾ പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷന് ഫോക്കസ് കൊടുക്കുന്നതല്ല, ജസ്റ്റ് റീഡേഴ്സിൻ്റെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇറക്കുന്ന കാര്യങ്ങൾ. അതുപോലെ ചിലപ്പോൾ റൊമാൻസ് നോവൽസ് ആവാം, ഹൊറർ നോവൽസ് ആവാം. ഓക്കെ, അപ്പോൾ അത് ഈ റൊമാൻസ് ആണെന്നുണ്ടെങ്കിലും, ഈ റൊമാൻസ് നോവൽസിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ഒക്കെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരുമാതിരിപ്പെട്ട ഒരു 70% ആളുകൾക്ക് അത് ഇഷ്ടമാണ്. അപ്പോൾ അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്, അല്ലേ, അവിടെ കൂടുതൽ റീച്ച് കിട്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ പോപ്പുലർ ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ മീനിങ്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി നമ്മൾ എഴുതുന്നൊരു ഫിക്ഷനാണ് പോപ്പുലർ ഫിക്ഷൻ. ലിറ്റററി ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ഒരു റൈറ്ററിൻ്റെ ഭയങ്കര കാവ്യാത്മകമായിട്ടും ഭയങ്കര ക്രിയേറ്റീവായിട്ടും ഇമാജിനേറ്റീവായിട്ടും ഒക്കെ എഴുതി, അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലൊക്കെ അതിനകത്തൂടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് ടാലൻ്റൊക്കെ അതിലൂടെ വ്യക്തമാക്കി, അതൊക്കെയാണ് ഒരു കൈൻഡ് ഓഫ് ലിറ്റററി ഫിക്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലർ ഫിക്ഷൻ ആൻഡ് ലിറ്റററി ഫിക്ഷൻ? ഈ ലിറ്റററി ഫിക്ഷനാണോ ഏറ്റവും നല്ലത്, അതോ പോപ്പുലർ ഫിക്ഷനാണോ ഏറ്റവും നല്ലത്? ഇങ്ങനെയുള്ള ഡിബേറ്റ്സൊക്കെ നമുക്ക് കാലാകാലങ്ങളായിട്ടൊക്കെ ഉള്ള കാര്യമാണ്. സോ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ അനാലിസിസ് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത് ലിറ്റററി ടേസ്റ്റിനെ കുറിച്ചാണ്. ആൻഡ് ഈ രണ്ട് ജേണേഴ്സ് തമ്മിലുള്ള കോൺട്രഡിക്ഷൻ, പോപ്പുലർ ഫിക്ഷനും ലിറ്റററി ഫിക്ഷനും തമ്മിലുള്ള കോൺട്രഡിക്ഷൻസിനെ കുറിച്ചും ഡിഫറൻസിനെ കുറിച്ചോ പറയുന്നത് ഓപ്പണിംഗ് പാരഗ്രാഫ്. അതായത് ചില ആളുകൾക്ക് പ്രിഫറൻസ് കൂടുതലുള്ളത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോപ്പുലർ ഫിക്ഷൻ റൈറ്റേഴ്സിൻ്റെ അടുത്തായിരിക്കും. അതായത് ഈ അഗാഥ ക്രിസ്റ്റി എന്നൊക്കെ പറയുന്നത് ഈ ഡിറ്റക്റ്റീവ് നോവൽസിൻ്റെ ആളാണ്. അതുപോലെ സിഡ്നി ഷെൽഡൻ എന്നൊക്കെ പറയുമ്പോൾ റൊമാൻസ് നോവൽസ്, നമ്മൾ നേരത്തെ യൂണിറ്റ് 1 തിയറി പോർഷനിൽ പഠിച്ച ഈ ചിക്ക് ലിറ്ററേച്ചറിൻ്റെ ഒക്കെ ആളാണ് സിഡ്നി ഷെൽഡൻ. അപ്പോൾ അവരാണോ നല്ലത്? അവരൊക്കെ പോപ്പുലർ ഫിക്ഷൻ്റെ ആളുകളാണ് ഇവർ രണ്ടുപേരും. അത് ലിറ്റററി ഫിക്ഷൻ ആണോ എന്ന്? ലിറ്റററി ഫിക്ഷൻ എന്ന് പറയുമ്പോൾ വലിയ എഴുത്തുകാരുണ്ടല്ലോ ലിറ്ററേച്ചറിലുള്ള, ഇപ്പോൾ ഷേക്സ്പിയറിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ ചാൾസ് ഡിക്കൻസിനെ പോലുള്ള ആളുകൾ, പിന്നെന്താണ് വലിയ ആളുകളെന്ന് പറയുമ്പോൾ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ്, നമുക്ക് സൽമാൻ റുഷ്ദി, കമലാദാസ്, ഇങ്ങനെയുള്ളവരെയാണോ നല്ലത്, അതോ പോപ്പുലർ ഫിക്ഷനാണോ നല്ലതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ലിറ്റററി ഫിക്ഷനും പോപ്പുലർ ഫിക്ഷനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഓതർ നമ്മുടെ അർഷാദ് അഹമ്മദ് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇപ്പം ഇത്രയും വലിയ റൈറ്റേഴ്സ് ഉണ്ടായിരുന്നിട്ട് പോലും ആളുകൾക്ക് പ്രിയം ഇങ്ങനെയുള്ള പോപ്പുലർ ഫിക്ഷൻ വായിക്കാനാണ്. അതെന്തുകൊണ്ടാണ് നമ്മുടെ ഫിക്ഷൻ നോവലിൻ്റെ അല്ലെങ്കിൽ ഫിക്ഷൻ മാർക്കറ്റിൽ തന്നെ ഭയങ്കര പ്രിയം എന്താണ് ആളുകൾക്ക് പോപ്പുലർ ഫിക്ഷനോട്? ഓക്കെ, അതായത് പോപ്പുലർ ഫിക്ഷൻ്റെ അപ്പീൽ എങ്ങനെയാണെന്നും അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ എങ്ങനെയാണെന്നും പിന്നെന്താണ് ലിറ്റററി ഫിക്ഷനുമായിട്ടുള്ള അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ എന്താണെന്നുമാണ് ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിനകത്ത് ഹീസ് ഡിഫൈനിങ് വാട്ട് ഇസ് പോപ്പുലർ ഫിക്ഷൻ. അതായത് പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റിന് പ്രയോറിറ്റി കൊടുത്തിട്ട് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷന് പ്രയോറിറ്റി കാണത്തില്ല വലുതായിട്ട്. അതായത് റീഡേഴ്സിൻ്റെ ടേസ്റ്റിനായിരിക്കും കൂടുതൽ അപ്പീലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം ഒരുപാട് ജോണേഴ്സ് ഉണ്ട് പോപ്പുലർ ഫിക്ഷനകത്ത്. ഡിറ്റക്റ്റീവ് സ്റ്റോറീസ്, സ്കൈഫൈ, ഹൊറർ, ഗ്രാഫിക് നോവൽസ്, ഇതൊക്കെയാണ് പോപ്പുലർ ഫിക്ഷനകത്ത് വരുന്നത്. അപ്പോൾ പോപ്പുലർ ഫിക്ഷൻ എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് ഉള്ള ഒരു ഫിക്ഷനാണ് പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻ ആൻഡ് ചിൽഡ്രൻസ് ലിറ്ററേച്ചർ ഇൻ ഇന്ത്യ, അതാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നോവൽ അല്ലെങ്കിൽ ഫിക്ഷൻ റൈറ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു. അതായത് പഞ്ചതന്ത്ര, ജാതക ടെയിൽസ് ഒക്കെ ഉണ്ടല്ലോ, ജാതക കഥകൾ, അതൊക്കെ ഓറൽ സ്റ്റോറി ടെല്ലിംഗ് വഴി പിന്നെ പബ്ലിഷ് ചെയ്താണ് ഇതൊക്കെ. ഈ സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണോ? അല്ല, മോറൽ സ്റ്റോറീസ് ഉണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട്, നമ്മുടെ മിത്തുകൾ അല്ലെങ്കിൽ കൾച്ചറൽ വാല്യൂസ് ഒക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റോറീസാണ് ഇതൊക്കെ. അപ്പം ഇൻഫ്ലുവൻസ് ഓഫ് ഇന്ത്യൻ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് അറേബ്യൻ നൈറ്റ്സിനകത്തൊക്കെ നമുക്ക് റിഫ്ലക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ പാരഗ്രാഫിനകത്ത് പറയുന്നത് നമ്മുടെ ഓറൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ സിഗ്നിഫിക്കൻസിനെ കുറിച്ചാണ്. അതെങ്ങനെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലോട്ട് അത് ഇവോൾവ് ആയിട്ട് വന്നു. അത് യൂണിവേഴ്സൽ അപ്പീലിംഗ് ആണ്. അതായത് എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള ഓറൽ ടെയിൽസ് ആണെങ്കിലും പിന്നെന്താ പറയുക, നമ്മുടെ കണക്കുള്ള കൾച്ചറൽ മിത്തിക്കലായിട്ടുള്ള ടെയിൽസ് നമ്മുടെ ഇന്ത്യയിലെ ടെയിൽസ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം വെളിയിലും പ്രസിദ്ധമാണ്, വേറെ രാജ്യങ്ങളിലും സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിവേഴ്സൽ അപ്പീലിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പാരഗ്രാഫിൽ പറയുന്നത്. നെക്സ്റ്റ്, പോപ്പുലർ ഫിക്ഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതായത് പോപ്പുലർ ഫിക്ഷൻ എന്താ പറയുക, കൺവെൻഷനും ഇൻവെൻഷനും തമ്മിലുള്ളൊരു ബ്ലെൻഡ് അല്ലെങ്കിൽ മിക്സ് ആണ്. കൺവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഫെമിലിയർ ആയിട്ടുള്ള പ്ലോട്ടായിരിക്കും, സെറ്റിങ്സും ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും. ആൻഡ് ഇൻവെൻഷൻ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് തീംസ് ആണെങ്കിലും പുതിയ രീതിയിലുള്ള പ്ലോട്ട് ലൈൻസ് ആണെങ്കിലും എന്താ പറയുക, അതും പുതിയതായിട്ട് ഉള്ള രീതിയിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്ന കൺവെൻഷൻസ് പ്ലസ് ഇൻവെൻഷൻസ് ആണ്. അപ്പോൾ കൺവെൻഷൻസിനകത്ത് നമുക്ക് എന്താ പറയുക, ഫെമിലിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണും അല്ലേ, നമുക്ക് ചുറ്റിനുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും, സെറ്റിങ്സ് ഒക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും, ബാക്ക്ഗ്രൗണ്ടൊക്കെ. അപ്പോൾ സൊസൈറ്റിയുടെ ഐഡിയാസൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അപ്പോൾ ഈ പോപ്പുലർ ഫിക്ഷന് 2 റോളാണുള്ളത്, കൺവെൻഷൻസും ഉണ്ട്, ഇൻവെൻഷൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു അഡാപ്റ്റബിലിറ്റി അല്ലെങ്കിൽ പെട്ടെന്നൊരു ഫ്ലെക്സിബിലിറ്റി അതിന് വരുന്നത്. ദെൻ പോപ്പുലർ ഫിക്ഷൻ്റെ അപ്പീൽ എങ്ങനെയാണ്? അതായത് പോപ്പുലർ ഫിക്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പോപ്പുലർ ഫിക്ഷനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും. അപ്പോൾ ലിറ്ററി ഫിക്ഷൻ വെച്ച് നോക്കുമ്പോൾ ലിറ്ററി ഫിക്ഷൻ വളരെ കോംപ്ലക്സ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പോപ്പുലർ ഫിക്ഷൻ ഇമ്പ്രൂവ് ആക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ലിറ്ററസി റേറ്റ്, അതായത് എഡ്യൂക്കേഷൻ റേറ്റ് കൂടുകയും ടെക്നോളജിയിലുള്ള അഡ്വാൻസ്മെൻറ്റും ഇതിൻ്റെ ഒരു റൈസിന് കാരണമായിട്ടുണ്ട്. ദെൻ അതായത് പോപ്പുലർ ഫിക്ഷൻ ആളുകളുടെ റീഡിങ് ഹാബിറ്റിനെ കൂട്ടി നമ്മുടെ എന്താ പറയുക ഈ ഗ്യാപ്പുകളെല്ലാം ബ്രിഡ്ജ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ അതായത് ഈ പോപ്പുലർ ഫിക്ഷനകത്ത് സ്ത്രീകളെക്കുറിച്ച് അല്ലെങ്കിൽ പുരുഷന്മാരെക്കുറിച്ചുള്ള റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, അതാണ് ഇതിനകത്ത് പറയുന്നത്. ജെൻഡർ റെപ്രസെൻറ്റേഷൻ എന്താണെന്നാണ് നമ്മൾ 6th പാരഗ്രാഫിൽ നോക്കുന്നത്. അതായത് സ്ത്രീകളെന്ന് പറയുമ്പോൾ ഈ പോപ്പുലർ ഫിക്ഷനിൽ ഭയങ്കരമായിട്ട് അസോസിയേറ്റഡ് ആണ്. നമ്മൾ പോപ്പുലർ ഫിക്ഷൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ ഈ പോപ്പുലർ ഫിക്ഷൻ ഭയങ്കര എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ മാസികകളൊക്കെ ഉണ്ടല്ലോ, മാഗസീൻസൊക്കെ ഉണ്ടല്ലോ, ഈ മനോരമ, മംഗളം, അങ്ങനെയുള്ള മാഗസീൻസിനകത്തൊക്കെ ഇങ്ങനെ വരുമല്ലോ റൊമാൻസ് സ്റ്റോറീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ കൂടുതൽ ആരായിരിക്കും അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ പോപ്പുലർ ഫിക്ഷൻ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ഇടയിൽ ലിറ്ററസി റേറ്റ് കൂട്ടി, അതായത് റീഡിങ് ഹാബിറ്റ് കൂട്ടി. ആൻഡ് ഓൾസോ പക്ഷേ നെഗറ്റീവ് സ്റ്റീരിയോ ടൈപ്സ് ഓഫ് വിമനെ കാണിക്കാൻ തുടങ്ങി. അതായത് സ്ത്രീകൾ വീക്കാണെന്നും മാർജിനലൈസ്ഡ് ആണെന്നും ഇങ്ങനെയുള്ള പോപ്പുലർ ഫിക്ഷൻ വാക്കിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതായത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള ഒരു ഡ്രീം, എന്താ പറയുക, ഒരു ഡ്രീമി വേൾഡിലാണ് സ്ത്രീകൾ ജീവിക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇതിനകത്തൂടെ നമുക്ക് അനാവശ്യമായിട്ടുള്ളൊരു ഇമേജ് നമുക്ക് കിട്ടും. പിന്നെ ഇന്ത്യൻ പൾപ്പ് ഫിക്ഷൻ ആൻഡ് അർബൻ കൾച്ചറാണ് അടുത്ത്. ഇപ്പോൾ ഇന്ത്യൻ പൾപ്പ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചേതൻ ഭഗത്തിൻ്റെയൊക്കെ വർക്ക്സ് ഉണ്ടല്ലോ, പിന്നെ രവീന്ദർ സിംഗ് എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ വർക്ക്സ്. അപ്പോൾ അതെന്ന് പറയുന്നത് നമുക്ക് അതിനകത്ത് അർബൻ സെറ്റിംഗ് അല്ലെങ്കിൽ സിറ്റി ലൈഫിനെ കുറിച്ചും കോർപ്പറേറ്റ് ലൈഫിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത് പ്രൊഫഷണൽസിനും അതുപോലെ തന്നെ യങ് റീഡേഴ്സിനും പ്രിയപ്പെട്ടതാണ് അല്ലേ. അത് അവർക്ക് കുറച്ചും കൂടി ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള സെറ്റിങ്സ് ആണെങ്കിലും റിലേറ്റബിൾ ആണ്. അപ്പം ഇന്ത്യൻ പോപ്പുലർ ഫിക്ഷൻ അല്ലെങ്കിൽ പൾപ്പ് ഫിക്ഷനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന കണ്ടംപററി അർബൻ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹൈലി മാർക്കറ്റബിൾ ആണ്. ദെൻ അടുത്തത് അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ. അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, ഗോൺ ഗേൾ എന്ന് പറഞ്ഞൊരു ഒരു നോവലുണ്ട്, ഒരു ഫിക്ഷനുണ്ട്, ഗിലിയൻ ഫ്ലിന്നിൻ്റെ. പിന്നെ ഡാഫ്നെ ഡു മോറിയറിൻ്റെ റെബേക്ക എന്നുള്ളൊരു വർക്കുണ്ട്. അപ്പോൾ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പ് ഫിക്ഷൻ അല്ലെങ്കിൽ അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം ഈ അതായത് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൻ്റെ നോവൽസാണ് ഇതൊക്കെ, ഫിക്ഷണൽ വർക്ക്സ് ആണ് ഇതൊക്കെ. അപ്പോൾ അത് വളരെ എൻഗേജിങ് ആയിട്ടുള്ള പ്ലോട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ അതാണ് അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. എക്സാമ്പിളാണ് റെബേക്കയും ഗോൺ ഗേളും. അപ്പോൾ ഈ അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു സബ് ജോണർ ശരിക്കും പറഞ്ഞാൽ ലിറ്റററി ആൻഡ് പോപ്പുലർ ഫിക്ഷൻ്റെ ഗ്യാപ്പ് അങ്ങ് നികത്തുന്നതാണ്. ഓക്കെ, അതായത് ഒരുപാട് റീഡേഴ്സിന് ഇങ്ങനെയുള്ള അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ വായിക്കാൻ സാധിക്കും. ഇനി കൺക്ലൂഡിങ് സെക്ഷൻ ഇതിനകത്ത് പറയുന്നത് അല്ലെങ്കിൽ ഈ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പോപ്പുലർ ഫിക്ഷൻ ഭയങ്കര ഗ്ലോബലി അപ്പീലിംഗ് ആണ്. അതുപോലെ തന്നെ അത് ഏത് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലും നമുക്ക് അതിനെ എടുത്തിട്ട് വായിക്കാനും പറ്റും. അപ്പം
ലിറ്റററി ആണെന്നുണ്ടെങ്കിലും പോപ്പുലർ ഫിക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു എവല്യൂഷൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ അത് രണ്ടും എന്താണ് കുറച്ചും കൂടി എക്സ്പാൻഡ് ആവുന്നുണ്ട്. ഓക്കെ, അതായത് പോപ്പുലർ ഫിക്ഷൻ വളരെ അഡാപ്റ്റബിൾ ആണ്. സോ അത് കുറച്ചും കൂടെ റെലവൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അതിനകത്ത് കുറച്ച് കൾച്ചറൽ എലമെൻസും കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ട്, ലിറ്റററി ഫിക്ഷനായിട്ട് ഇപ്പോൾ ഒരു കണ്ടംപററി ടൈംസിൽ മാറുന്നുണ്ട്. സോ അതാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സിലോട്ട് നോക്കാം. ലിറ്റററി ആൻഡ് പോപ്പുലർ ഫിക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ലിറ്റററി ഫിക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് ബ്യൂട്ടി ഉണ്ട്, നല്ല അടിപൊളി തീംസ് ആണ് അല്ലേ, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സെൽഫ് എക്സ്പ്രഷൻ ഉണ്ട്. പോപ്പുലർ ഫിക്ഷൻ എന്ന് വെച്ചാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്, റിലേറ്റബിൾ ആയിട്ടുള്ള പ്ലോട്ട്സും ക്യാരക്ടേഴ്സുമാണ് അതിനകത്തുള്ളത്. പിന്നെ സ്റ്റോറി ടെല്ലിംഗ് ട്രഡീഷൻസ് ഇൻ ഇന്ത്യ എങ്ങനെയുള്ളതാണ്? ജാതക, പഞ്ചതന്ത്ര ടെയിൽസിൻ്റെ കാര്യം പറയണം. ഓക്കെ, അതാണ് അറേബ്യൻ നൈൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ള കാര്യവും പറയണം. ഇനി കൺവെൻഷൻസ് എന്താണ്, ഇൻവെൻഷൻസ് എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ടെക്നോളജി എങ്ങനെയാണ് 19th സെഞ്ചുറിയിൽ പോപ്പുലർ ഫിക്ഷനെ കോൺട്രിബ്യൂഷൻ റൈസ് ചെയ്തത്? അതായത് പ്രിൻറ്റിങ്ങും പബ്ലിഷിങ്ങും മീഡിയ ടെക്നോളജീസ്, അതായത് റേഡിയോ TV ഒക്കെ വന്നപ്പോൾ ബുക്സ് കുറച്ചുകൂടി ആക്സസിബിൾ ആയിട്ട് മാറി, അങ്ങനെ ലിറ്ററസി റേറ്റ് കൂടി. പിന്നെ പോപ്പുലർ ഫിക്ഷൻ്റെ ആ ജെൻഡർ റെപ്രസെൻറ്റേഷനെ കുറിച്ചുള്ളൊരു നെഗറ്റീവ് കാര്യം എന്താണ്? സ്ത്രീകളെ സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള ഇമേജസ് വഴിയാണ്, അതായത് സ്ത്രീകൾ വീക്കാണെന്നോ അൺഎഡ്യൂക്കേറ്റഡ് ആണെന്നും മാർജിനലൈസ്ഡ് ആണെന്നോ ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പം അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ ഫിക്ഷൻ്റെ പ്ലോട്ടും ലിറ്റററി ഫിക്ഷൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനും അത് അങ്ങനെയുള്ള ബ്ലെൻഡായിട്ട് ഇറക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓഡിയൻസിന് അത് റീച്ച് ആവും. പിന്നെ പോപ്പുലർ ഫിക്ഷൻ എന്തുകൊണ്ടാണ് വൈഡ്ലി റൺ ആവുന്ന? സിമ്പിളാണ്, റിലേറ്റബിളാണ്, എൻ്റർടൈൻമെൻ്റ് ആണ് അല്ലേ, എൻ്റർടൈനിങ് ആണ് അതുകൊണ്ട്. പിന്നെ അർബൻ കൾച്ചറിനെ എങ്ങനെ കാണിക്കുന്നു? അർബൻ ലൈഫ് സ്റ്റൈലിനെയും ഈ ഷോപ്പിംഗ് മോൾസിൽ നടക്കുന്ന കാര്യങ്ങൾ, കോർപ്പറേറ്റ് സെറ്റിങ്സിൽ നടക്കുന്ന കാര്യങ്ങൾ, ടെക്നോളജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൂടി കാണാനും സാധിക്കും.